ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴം ഒന്ന് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ ഞാൻ നേന്ത്രപ്പഴം നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുത്തതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. ചൂടോടെ ഉടച്ചെടുത്താലാണ് നന്നായിട്ട് തന്നെ നമുക്കിത് ഉടഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതുപോലെ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത നേന്ത്രപ്പഴം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ മധുരം തന്നെ മതിയാവും കേട്ടോ. എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടി, നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ അടിച്ചെടുക്കണം മിക്സിയിൽ. അത് നിർത്തിയിട്ട് 3-4 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അത് നിർത്തിയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് കറക്കി എടുക്കരുത്. 1-2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് ലേശം നെയ്യ് അല്ലെങ്കിൽ ഓയിൽ തടവി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. വെള്ളം ഏറിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ലേശം കൂടെ ഒന്ന് അരിപ്പൊടി ആക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു കുഴച്ചെടുത്ത മാവിന്ന് ലേശം മാവ് എടുത്തിട്ട് ഇതുപോലെ ഓരോ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണയോ നെയ്യോ ആക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ ഷേപ്പാക്കി എടുക്കാനായിട്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിലായിട്ടാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഒരുപാട് തിന്നും ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവാത്ത രീതിയിൽ വേണം ആക്കിയെടുക്കാനായിട്ടും. അപ്പോൾ കൈ വെച്ചിട്ട് ഓരോന്നാക്കിയിട്ട് ഇതുപോലെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും ഇതുപോലെ ആക്കി വെച്ച് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുറച്ച് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് എള്ള് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് വെള്ള എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല പോലെ തന്നെ ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ പഴം വേവിച്ചതാണ് ചേർത്തത്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. എണ്ണ നല്ല പോലെ തന്നെ ചൂടായ ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതും അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രം ഇളക്കി കൊടുക്കുക കേട്ടോ. ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ബ്രൗൺ കളറായി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അധികം എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതും കൂടിയാണ് കേട്ടോ. ഇത് ശരിക്കും കഴിക്കാനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല മുരിഞ്ഞിട്ടാണെങ്കിലും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിലത്തെ എണ്ണയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്കിനി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടുള്ള ഒരു കിട്ടിലൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ഒരു സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവർക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.